ഈ ഒരു സാധനം വേറെ ആരും അങ്ങനെ നിർമ്മിച്ചിട്ടില്ല. ലേബേഴ്സിന് കിട്ടാനില്ല, അത് കുറയ്ക്കുക. രണ്ടാമത് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കുക. മൂന്നാമത് ടൈം പെട്ടെന്ന് പരിപാടികൾ തീർക്കുക. ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാം. അതെ അല്ലേ? അതെ. താഴെ നിന്ന് തന്നെ അവിടെ കൊണ്ട് ലോഡ് ഇറക്കാം. എല്ലാ എല്ലാവർക്കും നമസ്കാരം. മകരകോത്തിന്റെ പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഈ എപ്പിസോഡിലൂടെ ഒരു കിടുക്കാച്ചി സംഭവമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മേലെ ചിന്നാർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു വലിയ മലയുണ്ട്. ഇത് ഈ കാണുന്ന മലയാണ്. മുകളിൽ അങ്ങ് കിടക്കുവാണ്. പെരുമ്പാവൂരുകാരൻ ഒരു യുവ കർഷകൻ അടിപൊളിയായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ മുകളിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ ചുമട്ടുകാരെ വെച്ച് കഴിഞ്ഞാലോ ഇനി അദ്ദേഹം തന്നെ ചുമക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം വേണ്ടി വരും. അതുപോലൊരു മലയാണ്. അപ്പോൾ അദ്ദേഹം സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു മിഷനാണ്. അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ കയറിയിരിക്കുന്നത്. എത്ര കിലോ ഭാരം വേണമെങ്കിലും ഇവൻ ഈസി ആയിട്ട് വലിച്ച് മുകളിലേക്ക് കൊണ്ടുവരും. അപ്പം നമുക്ക് ആദ്യം ഇതിനകത്തുനിന്ന് യാത്ര ചെയ്തുകൊണ്ട് ആരംഭിക്കാം. മച്ചാൻ അതൊന്ന് ഓണാക്കാവോ? നമുക്കങ്ങ് പോയാലോ മുകളിലേക്ക്? അപ്പോൾ നൈസായിട്ട് ഇതേ പോകാൻ പോകണം. പിടിച്ചിരിക്കണോ? കണ്ടോ, വളരെ സിമ്പിൾ. സാറിത് പോകുന്നുണ്ടോ? ജഗ പോകാം. ഓക്കെ, നമ്മൾ അങ്ങനെ ഈ റോപ്വേ സിസ്റ്റത്തിലൊന്ന് യാത്ര ചെയ്യാണ്. ഞാനിതിൽ ഇരുന്ന് പോകാം കേട്ടോ. മുകളിലേക്കുള്ള യാത്രയാണ്. എങ്ങനെ വേണമെങ്കിൽ കയറിപ്പോവാം. ഇതൊരു അഡ്വഞ്ചർ ട്രിപ്പ് കൂടാണ്. പക്ഷേ ഇതുപോലെ സാധനങ്ങൾ എത്ര ലോഡ് വേണമെങ്കിലും ഇതൊക്കെ ഏറ്റുവിടാന്നാണ് മച്ചാൻ പറഞ്ഞേക്കുന്നത്. അങ്ങനെ നമ്മളൊരു ചെറിയ ഭാഗം കയറി വന്നിട്ടുണ്ട്. ഈ മിഷൻ്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഇത് നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു 5 വർഷം അദ്ദേഹം ഇതിനുവേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ നമ്മൾ ആ യുവ കർഷകനെ പരിചയപ്പെടാൻ പോകുന്നുണ്ട്. യുവ കർഷകൻ എന്ന് പറയുന്നതിനേക്കാൾ ഇവിടെ ഒരു യുവ എഞ്ചിനീയറാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കാരണം ഈ ഒരു സാധനം വേറെ ആരും അങ്ങനെ നിർമ്മിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ബാക്കിയുള്ള മെക്കാനിസം കാര്യങ്ങളെല്ലാം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മകരകോയിൻ്റെ മനോഹരമായ എപ്പിസോഡിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം. പെരുമ്പാവൂർ സ്വദേശി അനീഷിന് പാരമ്പര്യമായി കിട്ടിയതാണ് ഇടുക്കി ജില്ലയിലെ മേലെ ചിന്നാറ്റിലുള്ള ഈ കൃഷിഭൂമി. കുത്തനെ കയറ്റമുള്ള വലിയ 2 മലകൾ. സ്ഥലത്തിന്റെ ചെരുവ് മൂലം ഇവിടെ കൃഷി ചെയ്യുക എന്നത് വലിയ ചെലവ് കൂടിയ സമയനഷ്ടമുണ്ടാക്കുന്ന ഒരു ജോലിയായി മാറി. കാരണം ഇതിനു മുകളിലേക്ക് ഒരാൾ ചാണകപ്പൊടി ചുമന്നു കയറ്റിയാൽ ഒരു ദിവസം കഷ്ടിച്ച് 8 ചാക്ക് ചുമക്കും. വിളവെടുക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ താഴെ ഇറക്കുവാനും വേണം ദിവസങ്ങൾ. പലപ്പോഴും അതുകൊണ്ട് ബാലൻസ് ഷീറ്റിൽ നഷ്ടങ്ങളുടെ കണക്ക് പെരുകിക്കൊണ്ടിരുന്നു. അങ്ങനെ സഹികെട്ട് അനീഷ് മനസ്സിൽ തോന്നിയ ആശയത്തിലൂടെ ഒരു പുഷ്പുൾ റോപ്വേ സിസ്റ്റം വികസിപ്പിച്ചെടുത്ത് പ്രാവർത്തികമാക്കി. ഇതിന്റെ ഒരു നിർമ്മിതിക്കായി ആദ്യം എഞ്ചിനീയർമാരെയൊക്കെ സമീപിച്ചെങ്കിലും ഇദ്ദേഹത്തിന്റെ ആവശ്യാനുസരണം ഒരു മെഷീൻ രൂപകൽപ്പന ചെയ്തു നൽകുവാൻ അവർക്കാർക്കും സാധിച്ചില്ല. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ ആ ഉദ്യമം സ്വയം ഏറ്റെടുത്തു. അതിന് കട്ട സപ്പോർട്ടുമായി ഭാര്യ ഒപ്പം കൂടുകയും ചെയ്തു. വർഷങ്ങൾ നീണ്ട പരീക്ഷണങ്ങൾക്കൊടുവിലാണ് ഈ റോപ്വേ സിസ്റ്റം ഇവർ പൂർത്തിയാക്കുന്നത്. അങ്ങനെ ഇതിലൂടെ എത്ര കിലോ ഭാരവും കയറ്റിയിറക്കാവുന്ന നിലയിലേക്ക് ഈ ദമ്പതികൾ ഈ പുഷ്പുൾ റോപ്വേ സിസ്റ്റത്തെ വികസിപ്പിച്ചെടുത്തു. അതിൽ പരീക്ഷണ പറക്കലിന് ആദ്യം തയ്യാറായത് ഭാര്യയും. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ എപ്പിസോഡിലൂടെ പരിചയപ്പെടാൻ പോകുന്ന ആള് ഇദ്ദേഹമാണ് അനീഷ്, പെരുമ്പാവൂരുകാരൻ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ യുവ കർഷകനല്ല, യുവ എഞ്ചിനീയർ. കാരണം ഈ മെഷീൻ ഇദ്ദേഹം സ്വന്തമായ ഡിസൈനിൽ ഉണ്ടാക്കിയെടുത്താണ്. എന്തായാലും ആ വിശേഷങ്ങൾ അറിയുന്നുണ്ട്. അതിന് മുമ്പ് നമുക്ക് അനീഷിനെ ശരിക്കും പരിചയപ്പെടാനുണ്ട്. അനീഷ്, ശരിക്കും പറഞ്ഞാൽ പെരുമ്പാവൂരിൽ നിന്ന് ഇവിടെ വന്ന് ഈ സ്ഥലം വാങ്ങിയതാണോ? അല്ലല്ല, ഞങ്ങൾക്ക് ഒരു 50 കൊല്ലമായിട്ട് ഇവിടെ സ്ഥലമുണ്ട്. പപ്പയുടെ ചെറുപ്പം. നിങ്ങൾ ഇവിടുത്തുകാരാണ്? അല്ല, ഞങ്ങൾ ബേസിക്കലി പെരുമ്പാവൂരുകാരാണ്. പപ്പയുടെ ചെറുപ്പത്തിൽ ഇവിടെ സ്ഥലം മേടിച്ചതാണ്. അപ്പോൾ മേടിച്ചത് ഇപ്പോൾ കുറേ കൊല്ലങ്ങൾ അദ്ദേഹം കൃഷി ചെയ്തു. ഇപ്പം എനിക്ക് വിട്ടു തന്നു. അന്നേരം നമ്മളിവിടെ വരുമ്പോഴാണ് ഇതുപോലെ മല അല്ലേ? നമ്മൾ വരുമ്പോൾ നമുക്ക് കണ്ണത്താ ദൂരത്തേക്ക് ഇങ്ങനെ മലയായിട്ട് കിടക്കുക. എവിടെയെന്ന് അപ്പുറത്തേക്ക് നോക്കി ഒന്നും കാണാൻ പറ്റൂല. അതെ, ഈ മല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നമ്മുടെ പ്രേക്ഷകരെ കാണിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 2 മലകളാണ് അല്ലേ? ഇങ്ങോട്ട് 2 മലകൾ. അതിന് മുകളിലേക്ക് ഈ സാധനം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു മിഷൻ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ആശയം എന്താ മനസ്സിൽ തോന്നാൻ കാരണം എന്താ? ആശയം തോന്നാൻ കാരണം ഇതിന് 3 കാര്യങ്ങളാണ് അതിനകത്ത് മെയിനായിട്ട്. ഒന്ന്, ലേബർ, നമ്പർ ഓഫ് ലേബേഴ്സ് കുറയ്ക്കുക. ലേബേഴ്സ് കൂടുന്തോറും നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടും. അപ്പോൾ ലേബേഴ്സിന് ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഷോർട്ടേജ് ആണ്. ലേബേഴ്സിന് കിട്ടാനില്ല, അത് കുറയ്ക്കുക. രണ്ടാമത് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കുക. മൂന്നാമത് ടൈം പെട്ടെന്ന് പരിപാടികൾ തീർക്കുക. അനീഷ് എന്ത് ഫീൽഡാണ്?
ഞാൻ ബിസിനസ്സാണ്. ബിസിനസ്സാണ്. അല്ല, ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് വരാനുള്ള ഇതിങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കാനുള്ള ഒരു ഇത് കാരണം നിവൃത്തികേട് അങ്ങനെ വരുത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നീന്തൽ അറിയാത്തവനെ നടുക്കടലിൽ കൊണ്ട് എറിഞ്ഞാൽ കുറച്ചെങ്കിലും നീന്തും എന്ന് പറഞ്ഞാൽ അല്ലേ? ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഒരു 2 പാർട്സ് 3-4 പാർട്സ് ഉണ്ട് അല്ലേ? മെയിനായിട്ട് 2 പാർട്സാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇത് നമ്മുടെ എഞ്ചിൻ അടങ്ങുന്ന ഒരു ഭാഗം. ഇവിടെ കുറേ അധികം സാധനങ്ങളുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ തൊട്ടിയാണ്, ട്രോളി അല്ലേ? ഇത് സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള നമ്മളത് യാത്ര ചെയ്ത് കാണിച്ചു. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം, എങ്ങനെയാണ് ഈ സാധനത്തിൻ്റെ ഡിസൈനിങ് എന്നുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് എങ്ങനെയാണ് നിർമ്മിക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ വളരെ എക്കണോമിക്കലായിട്ട് സ്വന്തമായിട്ട് നിർമ്മിച്ചെടുക്കാം. അതിൻ്റെ എത്ര രൂപയായി ഇത് കോസ്റ്റ് മൊത്തത്തോടെ ചെയ്തു വന്നു? കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒത്തിരി പാളിച്ചകൾ ഇതിനകത്ത് വന്നു. അപ്പോൾ എൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായി. എനിക്ക് ഏകദേശം ഒരു 5 ലക്ഷം രൂപ മുടക്ക് വന്നു. 5 ലക്ഷം രൂപയോളം മുടക്കി. അതായത് ആദ്യം പരീക്ഷണങ്ങൾ നടത്തിയത് നഷ്ടപ്പെട്ടു. അങ്ങനെ പറഞ്ഞാൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. ഇതിപ്പോൾ എൻ്റെ 3ാമത്തെ മിഷനാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എല്ലാം കൂട്ടിയിട്ടാണ്. അതെ, എനിക്കിപ്പോൾ ഒത്തിരി റോപ്പ് തന്നെ ഞാൻ 2ാമത് മേടിക്കേണ്ടി വന്നു. ആദ്യം സിംഗിൾ റോപ്പ് ആയിരുന്നു. അത് വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് പരാജയപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഡബിൾ റോപ്പ് ആയപ്പോൾ മിഷൻ്റെ മൊത്തം ടെക്നോളജി മാറ്റേണ്ടി വന്നു. ഓക്കെ, അങ്ങനെയുണ്ട് കാര്യങ്ങൾ അല്ലേ? ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലൊരു മിഷൻ ഉണ്ടാക്കിയെടുക്കാം അല്ലേ? അത് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ? ഇല്ല, കൊടുക്കുന്നില്ല. എത്ര വർഷത്തെ ഇതാണ് നിങ്ങളുടെ ഒരു അധ്വാനമാണിത്? ഇത് എൻ്റെ ഒരു 3 വർഷത്തെ അധ്വാനമാണ്. 3 വർഷം എടുത്തു ഇത് തീരാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നില്ല ആർക്കും? ഇല്ല. വേണമെങ്കിൽ ഐഡിയ പറഞ്ഞു കൊടുക്കും. ഓക്കെ, എന്തായാലും നമുക്ക് ഇതിനെ മിഷനെ കുറിച്ച് വിശദമായിട്ട് പരിചയപ്പെടാം. നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ മിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് മെയിനായിട്ടുള്ള പാർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 HP മോട്ടർ. അത് ഈ കാണുന്നതാണ് താഴെ അല്ലേ? ഇതാണ് മോട്ടർ. ഇത് സിംഗിൾ ഫേസ് 2 HP മോട്ടറാണ്. ഇത് സാധാരണ നമ്മുടെ വെള്ളം അടിക്കുന്ന മോട്ടറാണോ? അല്ലല്ല, ഇത് ഇൻഡക്ഷൻ മോട്ടർ. വെള്ളം അടിക്കുന്ന മോട്ടറിനകത്ത് പമ്പുണ്ട്, ഇതിനകത്ത് പമ്പില്ല എന്ന് മാത്രം. അതിൽ നിന്ന് 25:1 റേഷ്യോയിലുള്ള ഗിയർ ബോക്സ് ആണിത്. റിഡക്ഷൻ ഗിയർ ബോക്സ്, വോം ടൈപ്പ്. ഇത് നമ്മുടെ എന്തിനുപയോഗിക്കുന്നു? ഇത് എല്ലാ മെഷീനറികൾക്കും ഇത് ഉപയോഗിക്കുന്നുണ്ട്. കാരണം പവർ കുറച്ച് മതി, കൂടുതൽ ലോഡ് നമുക്ക് വലിക്കാൻ വേണ്ടിയുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഗിയർ ബോക്സ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ സ്പീഡ് റിഡക്ഷനാണ്, സ്പീഡും കുറയ്ക്കാം. ഓക്കെ. സ്പീഡ് കുറയുമ്പോൾ ലോഡ് കൂടുതൽ എടുക്കാൻ പറ്റും. പിന്നെ അതിൽ നിന്ന് ഒരു സ്പോക്കറ്റ്, അതായത് മോട്ടർ 1440 പ്രാവശ്യം കറങ്ങുമ്പോൾ ഈ സാധനം 55ലേക്ക് റെഡ്യൂസ് ചെയ്യുകയാണ്. അതായത് നമ്മുടെ ഗിയർ ബോക്സിലൂടെ. അതെ. അതിൽ നിന്ന് ചെയിൻ സ്പോക്കറ്റ് വഴി ഒരു പുള്ളിയിലേക്ക് പോവുകയാണ്. ആ പുള്ളിക്ക് സപ്പോർട്ടായിട്ട് വേറൊരു പുള്ളി കൊടുക്കുന്നുണ്ട് അപ്പുറത്ത്. ഇതല്ലേ? അതെ. ഇത് രണ്ടും വലിച്ചു തള്ളുന്നതാണ്. അതെ. ഇതിനകത്തുള്ള റോപ്പ് ഈ പുള്ളിയിൽ നിന്നുള്ള ഫുൾ എനർജി റോപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ആ പുള്ളി കൊടുത്തിരിക്കുന്നത്. ഓക്കെ. 2 റോപ്പും 2 സൈഡിലേക്ക് പോവുക. അതിനൊരു സ്റ്റോപ്പറായിട്ട് ഒരു ഗിയർ ഒരു ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ബൈക്കിന്റെ സാധാരണ ഡിസ്ക് ബ്രേക്ക്, സാധാ യൂണിക്കോണിന്റെ ഡിസ്ക് ബ്രേക്കാണ്. നമ്മളുടെ ഈ പ്രോഡക്റ്റുകളെല്ലാം നമ്മൾ അസംബ്ലി മോട്ടർ റോപ്പ് ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ സ്ക്രാപ്പ് കടകളിൽ നിന്നൊക്കെ കളക്ട് ചെയ്തതാണ്. ഓക്കെ, ഇതെല്ലാം മേടിച്ച എവിടുന്നാണ് ശരിക്കും? മോട്ടർ നമ്മളിവിടെ ലോക്കലിൽ നിന്ന് തന്നെയാണ് എടുത്തത്. ഗിയർ ബോക്സ് കോയമ്പത്തൂർ, റോപ്പ് കോയമ്പത്തൂർ. ഈ പുള്ളികളൊക്കെ ഈ സ്ക്രാപ്പ് കടകളിൽ നിന്ന് മേടിച്ചു. ചെയിൻ സ്പോക്കറ്റും സ്ക്രാപ്പ് കടയിൽ നിന്ന് മേടിച്ചു. ഈ ബെയറിങ്ങുകളൊക്കെ സ്ക്രാപ്പ് കടയിൽ നിന്ന് മേടിച്ചു. നമ്മൾ ഇത് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സാധനം, വണ്ടിയുടെ ചേസ് പോലെ അല്ലേ? അതെങ്ങനെ, അതും ഇതുപോലെ പണിതെടുത്താണോ? അത് നമ്മളൊരു വർക്ക്ഷോപ്പിൽ പോയി നിന്ന് ഒരു വെൽഡിങ് ചെയ്യണ ഒരു ചേട്ടനെ കൊണ്ട് പണിയിപ്പിച്ചതാണ്. നമ്മുടെ ഐഡിയയിൽ പണിയിച്ചെടുത്താം. അതെ, നമ്മൾ വരച്ചു കൊടുത്തു. നമ്മളവിടെ കൂടെ പോയി നിന്ന് ഓരോരോ മാറ്റങ്ങൾ വരുത്തേണ്ട സമയത്ത് അപ്പോഴായിരിക്കും നമുക്ക് ഒരു ഐഡിയ തോന്നുന്നത്. ആ സമയം നമ്മൾ അപ്പോൾ തന്നെ പ്ലാൻ മാറ്റി അപ്പോൾ തന്നെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയായിരുന്നു. ഇതിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണോ എന്ന് പറഞ്ഞത്? പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോട്ടർ ഓൺ ആകുമ്പോൾ ഗിയർ ബോക്സ് ഇറങ്ങും. ഗിയർ ബോക്സ് ഇറങ്ങുമ്പോൾ ചെയിനും സ്പോക്കറ്റും കറങ്ങും. അതുവഴി ഈ പുള്ളിയിലേക്ക് കറക്കം വരും. ആ കറക്കം ഈ റോപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ ഇതിനകത്ത് സിംഗിൾ റോപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ റോപ്പ് എപ്പോഴും ഈ പുള്ളിയിൽ നിന്ന് സ്ലിപ്പാവും. അപ്പോൾ ആ സ്ലിപ്പിങ് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ അഡീഷണൽ ഒരു പുള്ളി കൊടുത്തിരിക്കുന്നത്. ഈ രണ്ടാമത് കൊടുത്തേക്കുന്നത്. അതെ. അപ്പോൾ അങ്ങനെ വഴി ഈ കറക്കം ഫുള്ള് റോപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഈ 2 റോപ്പാണ് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നത് അല്ലേ? അതെ. ഇത് സെക്കൻഡറി റോപ്പ് എന്നാണ് ഞാൻ ഇട്ടിരിക്കുന്ന പേര്. സെക്കൻഡറി റോപ്പ്. മെയിൻ റോപ്പ് ഏതാണ്? മെയിൻ റോപ്പ് ട്രോളി പോകുന്ന റോപ്പ്. അതായത് അത് നമ്മുടെ തൂണ ഘടിപ്പിച്ചിരിക്കും. അതെ. ഓക്കെ. ആ മെയിൻ റോപ്പാണ് റെയിലായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ഈ ഒരു പോർഷനാണുള്ളത്. അതായത് നമ്മളെ ട്രോളി ഇവിടുന്ന് ഒരു മൊത്തം 300 മീറ്റർ ലെങ്ത് ആണ് മുകളിലേക്കുള്ളത്. താഴത്ത് നിന്ന് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് കാണാൻ പറ്റുന്ന ഒരു 60 മീറ്ററാണ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ട്രോളി ഇപ്പോൾ കറക്റ്റ് എവിടെ നിൽക്കണമെന്ന് പറയാൻ ഈ ഒരു ലൊക്കേറ്ററിൽ നോക്കിയാൽ മതി. അതായത് ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാം, മറ്റൊരാളുടെ ആവശ്യമില്ല. താഴത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്ക് ലോഡ് കയറ്റി വെക്കാം, അതിന്റെ കൂടെ മെഷീൻ ഓൺ ആക്കാം, ഇതിനകത്ത് നോക്കാം എവിടെ ഇറക്കണ്ടേന്ന് വെച്ചാൽ ഇറക്കാം. ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാം. അല്ലേ? താഴെ നിന്ന് തന്നെ അവിടെ കൊണ്ട് ലോഡ് ഇറക്കാം. എല്ലാം ലോഡ് ഇറക്കാനല്ല, നമുക്ക് ലോഡ് അവിടെ എത്തിയെന്ന് അറിയാം. എവിടെ എത്തിയെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ സംഭവം. നമുക്ക് അന്നേരം അത് ഓഫ് ചെയ്യാം.
അത് ഒരാളുണ്ടെങ്കിൽ പണി അവിടെ ലോഡ് ഇറക്കാൻ ആരെങ്കിലും ഒരാൾ മതി അല്ലേ? അതെ. ഇതിൻ്റെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോപ്പാണ്. ഇത് എത്രയാണ്? ഇത് 10 mm റോപ്പാണ്. ഇതിലും നല്ലോണം വലിക്കുമോ? ഇതിനകത്ത് 10 ടണ്ണാണ് ഇതിൻ്റെ നോർമൽ ബെയറിംഗ് കപ്പാസിറ്റി. 10 ടൺ വരെ ഇത് വലിക്കും. അതെ. എത്ര നാൾ ഇത് കിടക്കും? ഇത് നമ്മൾ ഇവിടെ ഇപ്പോൾ ഓപ്പൺ എയറിൽ കിടക്കുകയാണല്ലോ, ഒരു 10 വർഷം മിനിമം കിടക്കുന്നതാണ്. തുരുമ്പ് എടുക്കും. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, ഇടയ്ക്ക് ഓയിലൊക്കെ കൊടുക്കണം. ആ റോപ്പ് കണക്ട് ചെയ്തേക്കുന്ന ഒരു വലിയൊരു പില്ലറിലാണ് ഇത്. ഇത് 6 ഇഞ്ച് പില്ലറാണ്. ഈ പില്ലർ നമ്മൾ 6 അടി താത്തി ഇട്ടിട്ടുണ്ട്. താഴേക്കുണ്ട്. 6 അടി കോൺക്രീറ്റിലാണ് താഴ്ത്തി ഇട്ടിരിക്കുന്നത്. ഇതിനകത്ത് കോൺക്രീറ്റ് ഉണ്ടോ? ഇതിൻ്റെ അടിയിൽ 6 അടി താഴ്ചയിൽ കോൺക്രീറ്റാണ്. അല്ല, ഇതിനകത്ത് കോൺക്രീറ്റ് ഉണ്ട്. പില്ലറിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് ഉണ്ട്. അത്ര ബലമുണ്ട്. പിന്നെ ഇത് കിടക്കുന്നത് എന്തിനാ? ഇത് നമുക്ക് ഈ റോപ്പ് ഇടയ്ക്ക് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. ഇതാണ് ടൈറ്റ് ചെയ്യുന്നത്. ഇതാണ് ചെയിൻ ബ്ലോക്ക് എന്ന് പറയുന്ന സംഭവം. ചെയിൻ ബ്ലോക്ക് വഴിയാണ് നമ്മൾ ഈ റോപ്പ് ടൈറ്റ് ചെയ്യുന്നത്. നമ്മളിത് വലിച്ചിട്ടുണ്ടെങ്കിൽ റോപ്പ് അനങ്ങൂല. ഇത് 3 ടൺ വരെ നമുക്ക് വലിച്ച് ഒറ്റ കൈ കൊണ്ട് വലിച്ചു കയറ്റാം. അതായത് ഇത് ലൂസായി പോകും ഇടയ്ക്കല്ലേ? ലൂസ് ആവുമല്ല, നമുക്കിത് കൂടുതൽ ലോഡ് കയറ്റേണ്ട സമയത്ത് ഇത് കൂടുതൽ ടെമ്പറായിട്ട് കിടക്കണം. അല്ലെങ്കിൽ കുറച്ച് ലോഡുള്ളെങ്കിൽ കുറച്ച് ടെമ്പറായിട്ട് കിടന്നാൽ മതി, അല്ലെങ്കിൽ ഇത് നിലത്ത് മുട്ടും. അപ്പോൾ കൂടുതൽ ലോഡ് കയറ്റുന്ന സമയത്ത് ഇത് ടെമ്പർ കൂട്ടാൻ വേണ്ടിയാണ്, കൂടുതൽ വലിഞ്ഞു കയറ്റാൻ വേണ്ടിയാണ് ഈ ചെയിൻ ബ്ലോക്കിൻ്റെ സഹായത്തോടുകൂടിയാണ് നമ്മൾ വലിച്ചു കയറ്റുന്നത്. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ 2 കപ്പികളാണ്. എന്തോ ഫൈബറാണത്. ഇത് നൈലോണാണ്. പോകത്തില്ല, അന്നേരം ഡാമേജ് ഉണ്ടാകില്ല. ഡാമേജ് റോപ്പിന് ഡാമേജ് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയാണ്. കുറച്ച് കളയുമ്പോൾ ഈ വീല് പോയാലും നമുക്ക് മാറ്റിയെടുക്കാമല്ലോ. റോപ്പ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റാൻ ബുദ്ധിമുട്ട്, അതുകൊണ്ടാണ് നൈലോൺ ആക്കിയിരിക്കുന്നത്. ഈ രണ്ടാമത്തെ റോപ്പ് ഇത് എന്തിനുള്ളതാണ്? രണ്ടാമത്തെ റോപ്പ് ഈ മെയിൻ റോപ്പിലൂടെയാണ് ഈ ട്രോളി പോകുന്നത്. ആ പോകുന്ന എൻജിൻ, അതായത് ഈ മെഷീനായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ സെക്കൻഡറി റോപ്പാണ്. ഈ റോപ്പ് മുകളിലേക്ക് വലിക്കുമ്പോൾ ട്രോളി മുന്നോട്ട് പോകും, താഴത്തേക്ക് വലിക്കുമ്പോൾ താഴത്തേക്ക് പോരും. ആ സിസ്റ്റത്തിന് വേണ്ടി ചെയ്തേക്കുന്നത്. അതെ അതെ. 2 സൈഡും കപ്പിയാൽ നിർത്തിയേക്കുന്നു അല്ലേ? മൊത്തം 4 കപ്പിയാണ്. ഇത് എത്ര മീറ്റർ ഉയരമുണ്ട്? ട്രോളിക്കാണോ? ട്രോളിക്ക് 1 മീറ്റർ. 1 മീറ്റർ ഭൂമിയിൽ നിന്ന് പൊങ്ങി നിൽക്കണം. ആ ഒരു ഇത് എപ്പോഴും എല്ലായിടത്തും മെയിൻറ്റെയിൻ ചെയ്യണം. എല്ലായിടത്തും മെയിൻറ്റെയിൻ ചെയ്യാനല്ല, ചില സ്ഥലത്ത് ഇവിടെ മിനിമം 1 മീറ്റർ നമുക്ക് കയറ്റാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഒത്തിരി താഴ്ത്തിട്ട് പോയാലും ഒത്തിരി മുകളിലേക്ക് കയറ്റാലും ഇവിടെ വന്ന് ഒരാൾ മുകളിലേക്ക് കയറ്റുമ്പോൾ ഈ ഒരു ഹൈറ്റാണ് ആപ്റ്റ്. കുറച്ച് മുകളിലേക്ക് പോകുമ്പോൾ പല സ്ഥലത്ത് നമുക്ക് ഹൈറ്റ് കൂടുകയും കുറയണം അനുസരിച്ചാണ് നമ്മൾ ഈ റോപ്പ് ടൈറ്റ് ചെയ്യേണ്ടത്. നമുക്ക് എന്തോരം താഴണമെന്ന് വെച്ചാൽ റോപ്പ് കുറച്ച് താഴാനാണെങ്കിൽ ഇത് ലൂസ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് അന്നേരം ഈ ഇടയ്ക്കിടയ്ക്ക് തൂണ് ചെയ്തിട്ടില്ലേ? എത്ര തൂണ് അങ്ങനെ ചെയ്തിട്ടുണ്ട്? ഈ 8 തൂണ്. 8 തൂണ് 300 മീറ്ററിന് ഇടയിലുണ്ട് അല്ലേ? അതും ഈ മെയിൻ തൂണിൻ്റെ അത്ര ഹൈറ്റ് ആണോ? അല്ല, ഹൈറ്റ് മെയിൻ തൂണിനേക്കാളും വ്യത്യാസമുണ്ട്. അത് എന്തോരം നമുക്ക് മണ്ണിൽ നിന്ന് താണിട്ടുണ്ട്, എന്തോരം നമുക്ക് പൊങ്ങണം എന്നുള്ള ഒരു കാൽക്കുലേഷൻ്റെ പുറത്താണ് അത് നമ്മൾ ഇടുന്നത്. ഇവിടെ നിന്ന് ഒരാൾ ഏറ്റവും മുകളിലേക്ക് നടന്നു പോയിട്ടുണ്ടെങ്കിൽ ഏകദേശം 3/4 മണിക്കൂർ താമസം വരും ഒരാൾ നടന്ന് മുകളിൽ പോയിട്ട് തിരിച്ചെത്താൻ. നമുക്ക് ഈ സാധനം കൊണ്ട് മുകളിലേക്ക് പോകുമ്പോൾ ഏകദേശം 8-16 മിനിറ്റ് കൊണ്ട് നമുക്ക് പോയിട്ട് തിരിച്ചു വരാം. 8 മിനിറ്റ് വേണം മുകളിൽ വരെ കയറാൻ വേണ്ടി. 8 മിനിറ്റ് വേണം മുകളിലേക്ക് കയറാൻ. എത്ര ലോഡാണെങ്കിലും കുഴപ്പമില്ല. 250 കിലോഗ്രാം വരെയാണ് നമുക്ക്. അതിനുള്ള മെഷീൻസിൻ്റെ സ്റ്റെബിലിറ്റി ഉണ്ട്, റോപ്പിനുള്ളതും ഉണ്ട്. അനീഷിന്റെ റോപ്വേ സിസ്റ്റം ഇപ്പോൾ മേലെ ചിന്നറുകാർക്ക് ഒരു കൗതുകമാണ്. ഹൈവേയിലൂടെ യാത്ര ചെയ്യുന്നവരും ഇത് കാണാനായി വണ്ടി നിർത്തുന്നത് പതിവാണ്. അവരുടെ എല്ലാം മനസ്സിലുയരുന്ന സംശയം ഇടയ്ക്കിടയ്ക്കുള്ള തൂണുകളിൽ കപ്പി ഉടക്കില്ലേ എന്നതാണ്. ഓക്കെ, നമ്മളതിൻ്റെ ഒരു പ്രവർത്തനം കാണാൻ പോവാണ്. നമുക്കൊന്ന് ഓണാക്കിയാലോ? ഇതാണ് എൻ്റെ റിവേഴ്സ് ഫോർവേഡ് സ്വിച്ച്. ഓക്കെ. സാധാരണ ഒരു മോട്ടോർ ഒരു സൈഡിലേക്ക് മാത്രമാണ് കറങ്ങുന്നത്. ഈ സ്വിച്ചിൻ്റെ സഹായത്തോടു കൂടിയാണ് റിവേഴ്സ് കറങ്ങുന്നത്. ഈ സ്വിച്ച് വെച്ചാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. അപ്പോൾ ഇത് റിവേഴ്സ്, ഇത് ഫ്രണ്ട്, ഇത് റിവേഴ്സ്. ഇങ്ങോട്ട് ഫ്രണ്ട് അല്ലേ? ഇങ്ങോട്ട് ഫ്രണ്ട്. അപ്പോൾ നമ്മളിത് ഫ്രണ്ടിലേക്ക് വെച്ചു. ഇത് ഭയങ്കര കയറ്റമാണ്. 2 മലകൾ, അത് 2 മലയാണ്. ആ മലകളിലാണ് നമ്മൾ ഈ കയറ്റം കയറി. ഇത് കണ്ടോ, ഇത് നല്ല അടിപൊളിയായിട്ട് കയറി പോകുന്നുണ്ടോ? എണ്ണ വെച്ചിട്ട് ഞാനാണ്ട് 75-80 കിലോ ഉണ്ട് കേട്ടോ. ആ എണ്ണ വെച്ചിട്ട് ഈ തൂണ് പലരും സംശയം പറയാറുണ്ട്, ഈ തൂണ് വഴി തട്ടാറുണ്ടെന്ന്. ആ തൂണെല്ലാം ഉണ്ടോ, നമ്മൾ കൂളായിട്ടും കയറി പോന്നു. ഇങ്ങനെ 100,000 സംശയങ്ങളും അവയുടെ പരിഹാര മാർഗങ്ങളും ഒക്കെ കണ്ടെത്തിയാണ് അനീഷ് റോപ്വേ സിസ്റ്റം പൂർത്തിയാക്കുന്നത്. ഇത്രയും കുത്തനെയുള്ള ഉയരത്തിലേക്ക് ഭാരവുമായി ഇവൻ കയറുമ്പോൾ ഇടയ്ക്ക് റോപ്പ് തുടിയുവാനും ട്രോളി നിലത്ത് മുട്ടുവാനും ഒക്കെയുള്ള സാധ്യതകൾ കൂടുതലായിരുന്നു. അതിന് പരിഹാര മാർഗമായാണ് ഇടയ്ക്കുള്ള ഈ തൂണുകൾ. അതുപോലെ തന്നെ മുകളിലേക്ക് കയറുന്നത് പോലെ തന്നെ താഴേക്കും വേഗത കുറച്ചിറക്കിയെങ്കിൽ മാത്രമേ കപ്പി ഒരിടത്തും തടയാതെ കൃത്യമായി താഴേക്ക് എത്തുകയുള്ളൂ. അതും നിരന്തര പരീക്ഷണങ്ങളിലൂടെയാണ് അനീഷ് പൂർത്തിയാക്കുന്നത്. എന്തായാലും ഇപ്പോൾ അനീഷിന്റെ ഈ റോപ്വേ സിസ്റ്റം നാൽക്കവലയിലെ പെട്ടിക്കടകളിലും ബാർബർ ഷോപ്പിലുമൊക്കെ ഒരു ചർച്ചാ വിഷയവുമാണ്.
അങ്ങനെ നമ്മൾ അടിപൊളി ഒരു മെഷീൻ, ഒരു റോപ്പ് വേ സിസ്റ്റമാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൃഷിയിടത്തിലേക്ക്, നല്ല കയറ്റിറക്കങ്ങളുള്ള കൃഷിയിടത്തിലേക്ക് നമ്മുടെ വളവും അതുപോലുള്ള സാമഗ്രികളും ഒക്കെ മുകളിലേക്ക് കൊണ്ടുപോകാനും അതുപോലെ പണിയായുധങ്ങളും ഒക്കെ അല്ലേ, അല്ലെങ്കിൽ ഈ ഇത്രയും ദൂരം എത്ര 1000 മീറ്റർ അല്ല 300 മീറ്റർ 1000 അടി 1000 അടി അത് കയറ്റം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ കാണിച്ചത് ഇത്രയും നല്ല കുന്നുപോലാണ്. കരിമല കയറ്റം കടിഞ്ഞമണ്ട അയ്യപ്പ എന്ന് പറഞ്ഞ പോലെ വലിയ രീതിയിലുള്ള കയറ്റമുണ്ട്. എന്തായാലും അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ആ സാഹചര്യങ്ങളിൽ അദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു മിഷനാണ്, അല്ലാതെ മറ്റൊന്നുമില്ല. അങ്ങനെ ചിന്തിച്ച് എടുത്ത ഒരു സാധനമാണ്. അപ്പോൾ അതാണ് നമ്മൾ പരിചയപ്പെട്ടത്. അതിൻ്റെ ഒരു സവിശേഷതകളും അത് എത്ര ലോഡ് വേണമെങ്കിലും വഹിച്ച് മുകളിലേക്ക് കൊണ്ടുപോകാം. അതുപോലെ തന്നെ ഈ ഉൽപ്പന്നങ്ങളൊക്കെ, കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ കഴിയും. പക്ഷേ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞെങ്കിലും ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ല. എന്താ കൃഷി ചെയ്യുന്നത് എന്തൊക്കെ ഇവിടെ മെയിനായിട്ട് ഇപ്പോൾ വാഴക്കൃഷിയാണ് ചെയ്യുന്നത്. വാഴക്കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവക്കാഡോ തൈ നമ്മൾ നട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അവക്കാഡോയ്ക്ക് ഒരു തണൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ വാഴ നട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു എത്രയാണ് ചെയ്തിട്ടുണ്ട്? ഏകദേശം 700 തൈ നട്ടിട്ടുണ്ട്. സാധാ നാടനാ അത്? ഗ്രാഫ്റ്റഡ് ആണ്, നാടൻ തന്നെ, നാടൻ വെറൈറ്റി ആണ്. നേരത്തെ ഈ അവക്കാഡോ എന്ന് പറഞ്ഞതിന് മുമ്പ് മൊത്തം കൊടിയായിരുന്നു, കുരുമുളകായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾക്ക് പെരുമ്പാവൂർ ചാണകത്തിന് വിലക്കുറവാണ്. ചാണകപ്പൊടി അവിടെ ചാണകമായിട്ട് മേടിച്ചിട്ട് അത് ഉണക്കി ഇങ്ങോട്ട് കൊണ്ടുവരും. ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അത് മുകളിലേക്ക് കയറ്റണ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോഴാണ് വളരെ പരിതാപകരം. ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് പോയ ചാണകം ഇറക്കി മുകളിലേക്ക് കയറ്റണത് മാത്രം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 രൂപ തച്ച് വെച്ച് 10 പേര് പണിതിട്ടുണ്ടെങ്കിൽ 10,000 രൂപ, 10 ദിവസം പണിതിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ പോകാൻ 10 ദിവസം മതി. അപ്പൊ ഈ എത്ര സമയം കൊണ്ട് ഒരാൾ എത്ര ഇത് എത്തിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു 4 ചാക്ക് വളം ഒരാളെ കയറ്റാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വൈകുന്നേരം ആകുമ്പോൾ 4 ചാക്ക് ഫുള്ള് കയറ്റൂല. 50 കിലോയുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറ്റം പറയാൻ പറ്റില്ല. അവര് മുകളിലേക്ക് 300 മീറ്റർ കയറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 കിലോമീറ്റർ നടക്കുന്ന ഒരു പ്രശ്നമാണ് അവർ അനുഭവിക്കുന്നത്. അത് അനുഭവിച്ചിട്ട് അവർ ഒരു 5 മിനിറ്റ് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റൂല. അപ്പൊ അവരിറങ്ങി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പൊ അങ്ങനെ നോക്കാൻ അങ്ങനെ നമ്മൾ വെക്കുകയാണെങ്കിൽ ഇത് കൂട്ടി 10 വിഷയം ഉണ്ടാക്കേണ്ട പൈസ നമ്മൾ ഓൾറെഡി കളഞ്ഞിട്ടുണ്ട്. ഇനി പോകാനുള്ളത് നമ്മൾ ഒഴിവാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ അവക്കാഡോ തന്നെ ചെയ്യാനാണോ പ്ലാൻ? എന്തായാലും വളരെ സന്തോഷം പരിചയപ്പെട്ടത്. ഇതുപോലുള്ള ഇനിയും എന്തെങ്കിലും നൂതന സാങ്കേതിക വിദ്യകളൊക്കെ കണ്ടുപിടിക്കുമ്പോൾ വിളിക്കുക. തീർച്ചയായും ഇതുള്ള വീഡിയോകൾ ചെയ്യാം. ഇത് ആളുകൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ. ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇദ്ദേഹത്തിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് അല്ലേ, വിളിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ ചോദിക്കുക. ഇത് വ്യാവസായികമായിട്ട് ചെയ്തു കൊടുക്കുന്നൊന്നുമില്ല. ഇല്ല, അങ്ങനെ ഒരു ഉദ്ദേശം നിലവിലില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാവും അല്ലേ? ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ 3 വർഷം ഞാൻ ഇതിനു വേണ്ടി പണിയെടുത്തു. ഇതിനകത്ത് വലിയ പണികളൊന്നുമില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിയുമ്പോഴാണ് നമ്മൾ അതിന് സൊല്യൂഷൻ കാണുന്നത്. അപ്പോൾ നമ്മളൊരു പാർട്ടിക്ക് അത് ചെയ്തു കൊടുക്കുമ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസത്തെ ടൈം പീരീഡിലുള്ള ഫുൾ ഓടിച്ചു കൊടുക്കണം. അത് നമുക്ക് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും. തീർച്ചയായും. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും അന്വേഷിക്കും. വിളിച്ചാൽ ചിലപ്പോൾ എടുത്തൊന്നിരിക്കില്ല. എന്തായാലും നിങ്ങളപ്പോൾ വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് വിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യും. കോൾ മുഴുവൻ അറ്റൻഡ് ചെയ്യാന്ന് പറയുന്ന ഒരു ചെറിയ ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്നെ എടുക്കാൻ പറ്റൂല. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ്. വളരെ നല്ലൊരു ഇന്നോവേറ്റീവായ ഒരു സാധനമാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നല്ല ക്രിയേറ്റിവിറ്റികളുമായി കാണുന്നവരെ ഇറ്റ്സ് മീ ജോബി കമണി സൈനിങ് ഫ്രം മകരക്കൊയ്ത്ത്.